Welcome to MSc Physics class. Application of B and Fermi, B and FT statistics. Today the topic is thermonic emission of electrons from metals. Application of Fermi-Dirac statistics. Thermonic emission of electrons from metal surfaces. That is the topic of discussion today. Class number S10D. So we can see what is thermionic emission. Let us see the meaning of thermonic emission. Before that, I will give the question here and then we can discuss as answer. Thermonic emission. The question is, what is thermonic emission? Define thermonic work function. Derive a Richardson-Dashman equation for thermonic emission based on Fermi-Dirac distribution law. The question is, the third type of question is, what is thermonic emission? Define thermonic work function. Derive Richardson-Dashman equation for thermonic emission based on Fermi-Dirac distribution law. അപ്പോൾ ക്വസ്റ്റിൻ്റെ പാറ്റേൺ ഇതാണ്. തെർമോണിക് എമിഷൻ എന്താണെന്ന് പറയുക, വർക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക, ആ റിച്ചാർഡ്സൺ-ഡഷ്മാൻ ഇക്വേഷൻ അത് ഫെർമി ഡിറാക്ക് ഡിസ്ട്രിബ്യൂഷൻ ലോ വെച്ച് പ്രൂവ് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. എന്താണ് തെർമോണിക് എമിഷൻ? What is thermionic emission? It is an emission of electrons from a heated metal. Thermonic emission is the emission of electrons from a heated metal. The emitted electrons are called thermoelectrons or thermions. അപ്പോൾ മെറ്റൽ ചൂടാക്കുകയാണെങ്കിൽ, ഒരു ഫിലമെൻറ്റ് ചൂടാക്കുകയാണെങ്കിൽ ആ ഫിലമെൻറ്റിൽ നിന്ന് ഹീറ്റ് മൂലം ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് തെർമോണിക് എമിഷൻ. മെറ്റൽ ഫിലമെൻറ്റുകൾ ചൂടാക്കിയാൽ ആ ഹീറ്റ് മൂലം ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതിനെ തെർമോണിക് എമിഷൻ എന്ന് പറയും. അത്തരം ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേരാണ് തെർമോ ഇലക്ട്രോൺ അല്ലെങ്കിൽ തെർമയോൺ. ഇത് ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷന് സമാനമായിട്ടുള്ള ഫിനോമിനാണ്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റൽ സർഫസിൽ ലൈറ്റ് വീണാൽ ഇലക്ട്രോൺസ് ഉണ്ടാകുന്നതിനെ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയും. അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിനെ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയും. അതേപോലെ മെറ്റൽ ചൂടാക്കിയാൽ, ഹീറ്റ് കൊടുത്താൽ, ഫിലമെൻറ്റ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് ചൂടാക്കിയാൽ അതിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന രീതി. മെറ്റൽ സർഫസ് ചൂടാക്കിയാൽ, ഹീറ്റ് കൊടുത്താൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന രീതി, അതിനെ തെർമോണിക് എമിഷൻ എന്ന് പറയും. ഉണ്ടാകുന്ന ഇലക്ട്രോൺസിനെ തെർമോ ഇലക്ട്രോൺ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ചുരുക്കി നമ്മൾ തെർമിയോൺസ് എന്ന് പറയും. അപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടേമാണ് തെർമോണിക് വർക്ക് ഫംഗ്ഷൻ. തെർമോണിക് വർക്ക് ഫംഗ്ഷൻ phi. ഇറ്റ് ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു എമിറ്റ് എ തെർമോ ഇലക്ട്രോൺ ഫ്രം ദി മെറ്റൽ സർഫസ് ബൈ ഹീറ്റ്. It is the minimum energy required to emit a thermoelectron from the metal surface by heat. ചൂട് മൂലം, ഹീറ്റ് മൂലം ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാൻ വേണ്ട മിനിമം എനർജി, അതിനെ നമ്മൾ തെർമോണിക് വർക്ക് ഫംഗ്ഷൻ phi എന്ന് പറയും. ഇറ്റ് ഈസ് എ മിനിമം എനർജി റിക്വയർഡ് ടു എമിറ്റ് എ തെർമോ ഇലക്ട്രോൺ ഫ്രം ദി മെറ്റൽ സർഫസ് ബൈ ഹീറ്റ്. അത് നമ്മളൊന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് ഒരു പൊട്ടൻഷ്യൽ വെല്ല് കാണിച്ചിരിക്കുകയാണ്. ഒരു മെറ്റലിൽ ഇലക്ട്രോൺ ഇരിക്കുന്ന എനർജി ട്രാപ്പ്, എനർജി വെൽ, എനർജി ബാരിയർ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ EB ആണ് ആ എനർജി ഡെപ്ത് ഓഫ് വെല്ല്. EF എന്ന് പറഞ്ഞാൽ ഫെർമി എനർജി. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുള്ള ഫെർമി എനർജി ലെവൽ കാണിച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്, EB മൈനസ് EF. അപ്പോൾ EB മൈനസ് EF എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓവർകം ചെയ്യുന്ന ഇലക്ട്രോൺസാണ്. ആ ഇലക്ട്രോൺസാണ് തെർമിയോനായിട്ട് പുറത്തേക്ക് വരുന്നത്. മെറ്റൽ സർഫസിൽ നിന്ന് EB മൈനസ് EF എനർജി, phi എനർജി ഇലക്ട്രോൺസിന് കിട്ടിയാൽ അത് എമിറ്റ് ചെയ്യപ്പെടും. അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് നോക്കുക. അപ്പോൾ ഇത് ഒരു പൊട്ടൻഷ്യൽ വെല്ല് കാണിച്ചിരിക്കുകയാണ്. ഡിഫറെൻറ്റ് ലെവൽസാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. EB അതിൻ്റെ ടോട്ടൽ ഹൈറ്റാണ്. EF ഫെർമി ലെവലാണ്, ഫെർമി എനർജിയാണ്. phi എന്ന് പറഞ്ഞാൽ EB മൈനസ് EF. Now we look. Electrons in a metal are in a potential well of energy EB. ഇലക്ട്രോൺസ് എല്ലാം മെറ്റലിൽ കിടക്കുന്നത് ഒരു പൊട്ടൻഷ്യൽ വെല്ലിൽ കിടക്കുന്നതായിട്ട് വിചാരിക്കുക. പുറത്തേക്ക് ചാടി പോരാനായിട്ട് അതിന് സാധാരണ കേസിൽ പറ്റില്ല. ദാറ്റ് ഈസ് അറ്റ് എ മെറ്റൽ സർഫസ് ദർ ഇസ് എ പൊട്ടൻഷ്യൽ ബാരിയർ ഓഫ് EB. ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടെന്ന് അർത്ഥം. ഓൺലി ദോസ്
only those electrons near the Fermi level can absorb thermal energy. ഫെർമി ലെവലിലുള്ള ഇലക്ട്രോൺസിന് മാത്രമേ എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഇഫ് ഇ എഫ് ഈസ് ദ ഫെർമി എനർജി, ദ മിനിമം എനർജി ടു ബി സപ്ലൈഡ് ടു ദി ഇലക്ട്രോൺസ് ഫോർ എസ്കേപ്പ് ഈസ് ഗിവൺ ബൈ. അപ്പോൾ ഇ എഫ് ആണ് ഫെർമി എനർജി എങ്കിൽ ആ ഇലക്ട്രോണിന് കിട്ടേണ്ട സപ്ലൈ ചെയ്യേണ്ട എനർജി എന്താണ്, എസ്കേപ്പ് ചെയ്യാൻ വേണ്ട എനർജി എന്താണ്? ഇറ്റ് ഈസ് ഗിവൺ ബൈ ഫൈ. വർക്ക് ഫംഗ്ഷൻ ഫൈ ഈസ് ഈക്വൽ ടു ഇ ബി മൈനസ് സി എഫ്. ഫൈ നമ്മൾ ഇ ബി മൈനസ് സി എഫ് എന്നാണ് പറയുന്നത്. ഓർ വി ക്യാൻ റൈറ്റ് എസ് ഫൈ ഇസ് ഇ മൈനസ് സി എഫ് ഇഫ് യു പുട്ട് ഇ ബി ഈസ് ഈക്വൽ ടു ഇ. ഇ ബി ഐ എന്ന് വിളിച്ചാൽ ആ ബാരിയർ പൊട്ടൻഷ്യലിനെ നമ്മൾ ഇ എന്ന് വിളിച്ചാൽ ഫൈ ഈസ് ഈക്വൽ ഇ മൈനസ് ഇ എഫ് എന്ന് കൊടുക്കുക. ഫൈ ഈസ് ഈക്വൽ വർക്ക് ഫംഗ്ഷൻ. ഫൈയെ വിളിക്കുന്ന പേരാണ് തെർമിയോണിക് വർക്ക് ഫംഗ്ഷൻ. ഇനിയാണ് നമ്മൾ റിച്ചാർഡ്സൺ ഡഷ്മാൻ ഇക്വേഷൻ കണ്ടെത്താൻ പോകുന്നത്. റിച്ചാർഡ്സൺ ഡഷ്മാൻ ഇക്വേഷൻ RICHARDSON Richardson Dashman DUSHMAN Dashman equation. The Richardson-Dashman equation in thermionic emission is J is equal to AT square e raised to minus 5 by KT. J is AT square e raised to minus 5 by KT, where A is equal to a constant given by 4 pi m E K square by H cubed. M is the mass of electron, K is the Boltzmann's constant, and H is the Planck's constant. J is equal to AT square e raised to minus 5 by KT. അതിനെ വിളിക്കുന്ന പേരാണ് റിച്ചാർഡ്സൺ ഡഷ്മാൻ ഇക്വേഷൻ. അതിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ നടത്തുന്നത്. ഇൻ ദിസ് ഇക്വേഷൻ J is equal to കറണ്ട് ബൈ ഏരിയ, കറണ്ട് ഡെൻസിറ്റി എന്നാണ് പറയുന്നത് J. ഇൻ ദിസ് ഇക്വേഷൻ J is equal to I by area കറണ്ട് ഡെൻസിറ്റി, K Boltzmann's constant, H Planck's constant, 5 work function, and T is absolute temperature. Derivation. ഇത് ഫെർമി-ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ലോയ്സ്. ഇപ്പോൾ ഫെർമി-ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ലോയുടെ ആപ്ലിക്കേഷനാണ് തെർമോണിക് എമിഷൻ. അത് വെച്ചാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. The Fermi-Dirac distribution law is Ni by Gi is equal to 1 by e raised to alpha plus beta epsilon I plus 1. അതാണ് ഫെർമി-ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. We know e raised to alpha equal to e raised to 0 is equal to 1. ഈ കേസിലും നമ്മൾ e raised to alpha 1 ആയിട്ട് എടുക്കുകയാണ്. Beta is 1 by kt, that is Ni by Gi is equal to 1 by e raised to ei by kt plus 1. But ei we can write as e minus cf. അപ്പം അങ്ങനെ ഒരു വാല്യൂ കൊടുക്കുക, e മൈനസ് cf എന്ന് കൊടുക്കുക. കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് Ni by Gi is equal to 1 by e raised to e minus ef by kt plus 1. ആ പ്ലസ് 1 എന്നുള്ള ഈയുടെ നേരെ. The term e raised to e minus ef by kt is very large. അത് വളരെ വലുതാണ്, വലിയ സംഖ്യയാണ്. Therefore e raised to e minus ef by kt plus 1 is nearly equal to e raised to e minus ef by kt. ഇപ്പോൾ e raised to e minus ef by kt വളരെ വലിയ സംഖ്യ ആയതുകൊണ്ട് ആ 1 അങ്ങോട്ട് നെഗ്ലക്റ്റ് ചെയ്യാം. 1 ഈസ് നെഗ്ലിജിബിൾ. ദാറ്റ് ഈസ് Ni by Gi is 1 by e raised to e minus ef by kt. അങ്ങനെ നമ്മളൊരു ഇക്വേഷൻ എഴുതും. ലെറ്റ് us denote Ni is dn. Ni നമ്മൾ dn എന്ന് വിളിക്കുകയാണ്. Ni dn എന്ന് വിളിക്കുകയാണ്. And Gi we write as Gi is written as Gi is equal to GPdP. GPdP എന്ന മോഡലിൽ കൊടുക്കുകയാണ്. GPdP ഇൻ മൊമെൻ്റം സ്പേസ്. മൊമെൻ്റം സ്പേസിൽ നമ്മൾ Gi വിളിക്കുന്ന പേരാണ് GPdP. GPdP എന്ന് എഴുതും മൊമെൻ്റം സ്പേസിൽ. അപ്പോൾ Ni by Gi എന്തായിട്ട് മാറും? dn by GPdP is 1 by e raised to e minus ef by kt എന്ന് വരും. That is dn, cross multiply. dn is equal to GPdP into 1 by e raised to e minus ef by kt. ആ 1 by ആ താഴെയുള്ള e raised to e minus ef by kt ന്യൂമറേറ്റർ കൊണ്ടുപോകും. Take e raised to e minus ef by kt to the numerator. That is dn is equal to GPdP e raised to e of e minus ef by kt. 1 by quantity we write as e raised to minus term. 1 by e raised to m is e raised to minus m.
that identity we apply. Let V be the, that you read as V, not N, it is V. Let V be the volume under consideration. You read as V. N പോലെ കിടക്കുന്നത് V എന്ന് വായിക്കുക. Let V be the volume under consideration. Therefore, number of electrons in unit volume dn is dn by V. dn by V. Let V be the volume under consideration. Therefore, number of electrons in unit volume dn is dn by V. So, we can write dn as, put the value of dn. Put the value of dn here. Capital Dn here, that is small dn is 1 by V, Gp dp e raised to minus e minus ef by kt. That is equation number 1. You remember this equation number 1? dn, d small n, dn is equal to 1 by V, Gp dp e raised to minus of e minus ef by kt, equation number 1. This is an important equation, remember. It is found that Gp is equal to Gs into B by H cubed dpx dpy dpz, moment of space, dpx dpy dpz, where Gs is called spin degeneracy. അപ്പോൾ Gp dp നമുക്ക് Gs into V by S cubed ആക്കാവുന്ന ടൈമായിട്ട് എഴുതാം. അവിടെ ജിഎസിനെ വിളിക്കുന്ന പേരാണ് സ്പിൻ ഡീജനറസി. ഇറ്റ് ഈസ് ഓൾസോ ഫൗണ്ട് ദാറ്റ് ജിഎസ് ഈസ് 2. ജിഎസിൻ്റെ വാല്യൂ 2 ആണെന്ന് കാണാം. 1 electron spin and 1 anti-electron spin, that is 2. Therefore, Gp dp is equal to 2 into V by H cubed dpx dp by dpz. But momentum P is equal to mv, that is px is equal to mvx, that is dpx is equal to m dvx. Similarly, dpy is m dvy, dpz is equal to m dvz, m into dvz. Dvz is a single term. Therefore, Gp dp is equal to, put the value, Gp dp is equal to 2 into V by H cubed m dvx into m dvy into m dvz is equal to 2V by H cubed, 2 by S cubed, m cubed, m into m into m cubed dvx dvy dvz, equation number 2. Gp dp, put this Gp dp in equation 1. ഈ Gp dp നമ്മൾ നേരത്തെ പറഞ്ഞ equation 1 കൊടുക്കുക. Put this Gp dp in equation 1, that is small dn is equal to 1 by V, 2V by S cubed into m cubed dvx dvy dvz എന്ന് വരും. Into e raised to e minus of e minus ef by kt എന്ന് കിട്ടും equation. അത് സ്മോൾ ഡി എൻ ആണ്, സ്മോൾ ഡി എൻ. Now consider the emission of electron is restricted in the x direction by a metal plate oriented in xy plane. xy പ്ലെയിനിൽ കിടക്കുന്ന ഒരു മെറ്റൽ പ്ലേറ്റ്, ZY പ്ലെയിനിൽ കിടക്കുന്ന ഒരു മെറ്റൽ പ്ലേറ്റ് എക്സ് ഡയറക്ഷനിൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നതായിട്ട് വിചാരിക്കുക. ZY പ്ലെയിനിൽ കിടക്കുന്ന മെറ്റൽ എക്സ് ഡയറക്ഷനിൽ ഇലക്ട്രോൺ എമിഷൻ നടത്തുന്നതായിട്ട് വിചാരിക്കുക. കൺസിഡർ പ്ലേറ്റ് ലൈയിങ് ഇൻ ZY പ്ലെയിൻ ആൻഡ് എമിറ്റിംഗ് ഇലക്ട്രോൺസ് ഇൻ ദി എക്സ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ഈ കൈനറ്റിക് എനർജി എക്സിലുള്ളതിനാണ് പ്രാധാന്യം കൂടുതൽ. Then E minus EF is half m Vx square. So the above equation, therefore dn, d is small n, therefore dn is 1 by V, 2V is into 2V by S cubed into m cubed dvx dvy dvz e raised to
minus 1/2 mvx square by kt e raised to the y component of energy velocity e raised to minus mvy square by 2kt and into e raised to minus mvz square by 2kt. All terms are alike. All power terms are alike. The first term is e raised to minus 1/2. Minus 1/2 we can write as mvx square by 2kt. Then into e raised to minus mvy square by 2kt into e raised to minus mvz square by 2kt. One v and v will cancel. And next step we can write. Since the emission of electron is restricted in x direction, only Vy and Vz can have any value between minus infinity and plus infinity. That's an important thing. Since the emission of electron is restricted in the x direction only, Vy and Vz can have only value between minus infinity and plus infinity. Have any, not only, have any value between minus infinity and plus infinity. Therefore, number of electrons having all the values of Vy and Vz, therefore number of electrons having all values of Vy and Vz therefore number of electrons having all values of Vy and Vz therefore number of electrons having all values of Vy and Vz, but velocity in x direction in between Vx and Vx plus dvx is given by. അപ്പോൾ അവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ആ ബട്ടിൻ്റെ അത് മാറ്റി നമുക്കൊന്ന് പറയാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഹാവിങ് ഓൾ വാല്യൂസ് ഓഫ് Vy and Vx and number of electrons having velocity in between velocity x direction in between Vx and Vx plus dvx is given by number of electrons having all values of Vx and Vy and number of electrons with the velocity in x direction in between Vx and Vx plus dvx is given by. ഇപ്പോൾ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റിക്കാണ് നമ്മൾ ഡിഫറൻസ് എടുക്കുന്നത്. വൈ ഡയറക്ഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കാണിക്കുകയാണ് ഇസഡ് ഡയറക്ഷനിൽ. ഡി എൻ എക്സ് എക്സ് ഡയറക്ഷനിലെ പ്രാധാന്യം dnx is equal to 2m/h³ e raised to minus mvx square by 2kt. അത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നില്ല. dvx പിന്നെ അടുത്ത രണ്ട് ടേമാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഏത് വാല്യൂം വരാവുന്നതുകൊണ്ട്. Integral minus infinity to plus infinity e raised to minus mvy square by 2kt dvy into integral minus infinity to plus infinity e raised to minus mvz square by 2kt dvz. അങ്ങനെ എഴുതും. അപ്പോൾ ഒന്നാമത്തെ എക്സ് വെലോസിറ്റി കമ്പോണൻ്റ് ഉള്ള ടേം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യില്ല. ബാക്കി രണ്ട് ടേമും ഇൻ്റഗ്രേറ്റ് ചെയ്യും. ആ ഇൻ്റഗ്രൽ ഒരു സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രലാണ്, അതിൽ വാല്യൂസ് ഉണ്ട്. ദ ടു ഇൻ്റഗ്രൽസ് ഇൻ ദി RHS, അപ്പോൾ ലാസ്റ്റ് ടു ഇൻ്റഗ്രൽസ്, ദ ടു ഇൻ്റഗ്രൽസ് ഇൻ ദി RHS ആർ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽസ് ആൻഡ് ഈച്ച് ഈക്വൽ ടു √2πkt/m. അവസാനം കാണിച്ചിരിക്കുന്ന രണ്ട് ഇൻ്റഗ്രലും സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രലാണ്. അതിൽ വാല്യൂ വരുന്നത് √2πkt/m ആണ്. ദ ടു ഇൻ്റഗ്രൽസ് ഇൻ ദി RHS ആർ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽസ് ആൻഡ് ഈച്ച് ഈക്വൽ ടു √2πkt/m. ആ വാല്യൂ മുകളിൽ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ദാറ്റ് ഈസ് dnx is equal to
2m cubed by h cubed e raised to minus mvx square by 2 kt dvx into root of 2 pi kt by m into root of 2 pi kt by m. Multiply ചെയ്യണം. dnx is 2m cubed by h cubed 2 pi kt by m e raised to minus mvx square by 2 kt dvx. Equation number 3. ഇവിടെ ഒരു m ക്യാൻസൽ ചെയ്യും. 2m cubed താഴെ m ഉണ്ടല്ലോ. We know the current density J is NAV. Current density equation അറിയാം NAV. J is I by A എന്നുള്ളതിൽ നമുക്ക് കിട്ടുന്നതാണ് ഇക്വേഷൻ. J is NAV. Therefore DJ is equal EV dn. ആ n പകരം നമ്മൾ dn കൊടുക്കണം. എന്നിട്ട് അവസാനം എഴുതിയിരിക്കുക DJ is DEV dn. In x direction djx is equal to dj EVX dnx. അപ്പോൾ dnxൻ്റെ വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മുകളിൽ നിന്ന്. Therefore dj is equal to EVX into 2m cubed by s cubed into 2 pi kt by m e raised to minus mvx square by 2 kt dvx. Equation number 4. That is dj is equal to ഇവിടെ എന്താണ് ഒരു m ക്യാൻസൽ ചെയ്യും. നേരത്തെ ക്യാൻസൽ ചെയ്യാമായിരുന്നു, നമ്മളിവിടെ ക്യാൻസൽ ചെയ്യുന്നത് 4 pi m square by kt by s cubed into e raised to minus mvx square by 2 kt vx dvx. Equation number 5. Let us denote mvx square by 2 half mvx square is equal ex. അപ്പോൾ ഇങ്ങനെ വരുന്ന ടേമിനെ നമുക്ക് ex എന്ന് വിചാരിക്കാം. അപ്പോൾ ex മുകളിലോട്ട് കൊടുക്കുക. Therefore dj is equal to therefore vx square കൊടുക്കാൻ പോകണം. vx square is 2ex by m. ഇതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, എന്നിട്ട് ഇവിടെ കൊടുക്കാൻ. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ex, 2vx dvx is 2dex by m. That is vx dx is equal to vx dvx is equal to dex by m. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ 5 becomes dj is equal to 4 pi e m square kt by s cubed into e raised to minus ex by kt into dex by m. You read the step once again. dj is equal to 4 pi e m square kt by s cubed e raised to minus ex by kt dex by m. That is dj is equal to 4 pi e. ഇവിടെ പവറൊന്നുമില്ല. 4 pi e m ഒരു എം അവസാനമുണ്ട്. അപ്പോൾ ആ എമ്മുമായിട്ട് വെട്ടിപ്പോവുക. അപ്പോൾ മുകളിൽ എമ്മേ വരുള്ളൂ. 4 pi e m kt, ഇക്ക് പവറൊന്നുമില്ല. e m kt by s cubed e raised to minus x by kt dex. That we integrate. Integrating dj on integration. We integrate dj. That is j is integral dj is equal to integral 5 to infinity 4 pi into 2m kt by h cubed e raised to minus x by kt dex. That we integrate. Here phi is the work function. That is j is equal to 4 pi into 2m kt by s cubed integral 5 to infinity e raised to minus x by kt dex. That is j is equal to 4 pi em kt by s cubed into e raised to minus x by kt from infinity to minus infinity into minus 1 by kt. അതായത് ഇൻ്റഗ്രൽ 5 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ kt dx ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് അത് കിട്ടുന്നത്.
That is J is equal to 4 pi em kt by s cubed e raised to minus 6 by kt from 5 to infinity into, that term you can write in bracket, into minus kt. Into minus kt, that is minus kt is taken front with the minus sign. J is equal to minus 4 pi em into k square t square, kt into kt, k square t square by s cubed into e raised to minus infinity by kt minus e raised to minus pi by kt. When we put the limit, and e raised to minus infinity, you know, 0. E raised to minus infinity by kt is e raised to minus infinity, which is 0. That is J is equal to minus 4 pi em k square t square by s cubed into 0 minus e raised to minus pi by kt. That is J is equal to 4 pi m e square, 4 pi me, 4 pi നോക്കട്ടെ, 4 pi em k square t square by s cubed in e raised to minus 5 by kt. That is, here put 4 pi em k square by s cubed is capital A constant. Put 4 pi em k square by s cubed is equal to a constant. Then we get J is equal to 80 square into e raised to minus 5 by kt. 80 square, J is 80 square e raised to minus by kt. This is the RD equation, Richardson-Dashman equation. അപ്പോൾ അവസാനം കിട്ടുന്ന ഇക്വേഷനാണ് J is 80 square e raised to minus kt. അത് 7 വാല്യൂ നമ്മൾ മുകളിലത്തെ സ്റ്റെപ്പിൽ കൊടുക്കുമ്പോഴാണ്, 7 വാല്യൂ ഈ സ്റ്റെപ്പിൽ കൊടുക്കുമ്പോഴാണ് അത് കിട്ടുന്നത്. അത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും J is equal to 80 square. J is 80 square. The current density equal to constant into temperature square, absolute temperature square. Absolute temperature square into e raised to minus 5 by kt, where 5 is the work function, Thermonic. K is Boltzmann's constant and T is the absolute temperature. Absolute temperature. This is the RD equation, Richardson-Dashman equation. And that is all with the derivation. With this, we complete the class number S10D. With one more class, we finish our module. That is all. Thank you very much.